എല്ലാവർക്കും നമസ്കാരം. ലോകരാഷ്ട്രത്തിൽ ഒരു വലിയ മാറ്റം നടക്കുകയാണ്. രാജ്യങ്ങൾ തമ്മിൽ ഇനി വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം ഉണ്ടാകുകയില്ല. അവർ ഭാവിയെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള പാർട്ട്ണർഷിപ്സ് ആണ് ബിൽഡ് ചെയ്യുന്നത്. ചൈന ലോകവ്യാപാരം പിടിക്കാൻ ശ്രമിക്കുന്നു. യൂറോപ്പ് പുതിയ പാർട്ട്നേഴ്സിനെ അന്വേഷിക്കുന്നു. മിഡിൽ ഈസ്റ്റ് പുതിയ എക്കണോമിക് ഹബ് ആകുന്നു. ഈ സമയത്ത് നമ്മുടെ ഇന്ത്യ ഒരു സൈലന്റ് പ്ലെയർ അല്ല എനിമോർ. ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ അടുത്ത് വരാൻ പോകുന്ന വലിയൊരു പവറായി തന്നെ മാറുകയാണ്. അതിനിടയിൽ യൂറോപ്പിലെ പവർഫുൾ രാജ്യമായ ഇറ്റലി ഇന്ത്യയുമായി ഒരു പുതിയ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് സൈൻ ചെയ്യുന്നു. ഇറ്റലി, ഇന്ത്യ. പക്ഷെ ഈ അഗ്രിമെന്റ് നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകൾക്ക് എന്ത് ബെനഫിറ്റ്? അതുപോലെ തന്നെ കേരളത്തിലെ ഒരു സ്റ്റുഡൻറ്റിന് ഇതിൽ ചാൻസ് ഉണ്ടോ? ഒരു IT എംപ്ലോയീൻ്റെ ഫ്യൂച്ചർ സാലറി ഇതിനെ ബാധിക്കുമോ? യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഇത് പുതിയ അവസരങ്ങൾ തുറക്കുമോ? ഇന്ത്യയുടെ ബിസിനസ് മാർക്കറ്റിൽ കോടികളുടെ മാർക്കറ്റാണോ ഓപ്പൺ ആകുന്നത്? അല്ലെങ്കിൽ ഇത് വെറും ഒരു രാഷ്ട്രീയ ഷോ മാത്രമാണോ? അറിയാം എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഖില ടിബിൻ. ഇറ്റലിയുടെ റിയൽ വിവരങ്ങളും ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെക്കുറിച്ചും ഒപ്പം ഇറ്റാലിയൻ ലാംഗ്വേജും അടങ്ങിയ ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ. എന്തുകൊണ്ടായിരിക്കാം ഇറ്റലി ഇന്ത്യയെ ഇത്ര പ്രാധാന്യത്തോടെ കാണുന്നത്? ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഇറ്റലി എന്തുകൊണ്ട് സഡൻലി ഇന്ത്യയുമായി ഇത്ര ക്ലോസ് ആകുന്നു? അപ്പൊ അതിലേക്ക് എത്തുന്നതിന് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമുക്ക് ഈ ലോകരാഷ്ട്രീയം ഇപ്പോൾ എങ്ങനെ മാറുന്നു എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. കഴിഞ്ഞ ഏകദേശം 20 വർഷങ്ങളായി ലോകത്തിലെ മാനുഫാക്ചറിംഗ് പവറായിരുന്ന ചൈന ലോകത്തിലെ പല രാജ്യങ്ങളും ഇലക്ട്രോണിക്സ്, മെഷീനറി, റോ മെറ്റീരിയൽസ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് എല്ലാത്തിനും ചൈനയെ തന്നെയാണ് ആശ്രയിച്ചത്. പക്ഷെ കോവിഡിന്റെ കാലഘട്ടം കഴിഞ്ഞതോടെ ഒരു വലിയ പ്രശ്നം ലോകമെമ്പാടും തന്നെ മനസ്സിലാക്കിയായിരുന്നു. ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് ഡേഞ്ചറസ് ആണെന്ന്. അതിനുശേഷം ഇറ്റലി പോലെയുള്ള രാജ്യങ്ങൾ ആൾട്ടർനേറ്റീവ് പാർട്ട്നേഴ്സിനെ അന്വേഷിക്കാൻ തുടങ്ങി. അവിടെ ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് വർദ്ധിക്കുന്നു. ഇന്ത്യ ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യ ലോകരാജ്യത്തിലെ ഫാസ്റ്റ് ഗ്രോവിംഗ് മേജർ എക്കോണമി, ബിഗ്ഗസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റ്, ഹ്യൂജ് വർക്ക് ഫോഴ്സ് ഉള്ള രാജ്യം, ഫ്യൂച്ചർ മാനുഫാക്ചറിംഗ് ഹബ്ബ് എന്ന രീതിയിൽ കാണപ്പെടുന്നു. അതായത് യൂറോപ്പിന് ഒരു റിലയബിൾ പാർട്ട്ണറിനെ വേണം, ഇന്ത്യക്ക് ഒരു ഗ്ലോബൽ ഇൻഫ്ലുവൻസും വേണം. അതിനാൽ ഇപ്പോൾ ഇരുവരും അടുത്തു വരുന്നു. പക്ഷെ യൂറോപ്പിൽ തന്നെ പല രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇറ്റലി എന്തുകൊണ്ട് സ്പെഷ്യൽ? അതിന് കാരണം ഇറ്റലി ശക്തമാണ്. മാനുഫാക്ചറിങ്ങിൽ, ഷിപ്പിങ്ങിൽ, ഡിഫൻസ് ടെക്നോളജി, ലക്ഷറി എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ഇൻഡസ്ട്രിയൽ മെഷീനറീസിൽ. ഇറ്റലിയുടെ ലൊക്കേഷൻ വളരെ പവർഫുൾ ആണ്. യൂറോപ്പിന്റെ ശരിക്കും ട്രേഡ് ഗേറ്റ്വേ തന്നെയാണ് ഇറ്റലി. മെഡിറ്ററേനിയൻ റീജിയൻ കണക്ട് ചെയ്യുന്നതിൽ ഇറ്റലിക്ക് വലിയ റോളുണ്ട്. ഇനി നമുക്കിതിന്റെ ബിഗ്ഗർ പ്ലാനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഒരു വലിയ ജിയോഗ്രഫിക്കൽ പ്ലാൻ ഉണ്ട്. അതിന്റെ മുഴുവൻ പേരാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. ഇത് ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ IMEC. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റ് ഫ്യൂച്ചറിലേക്ക് ചൈനയ്ക്ക് ഒരു ബെൽറ്റായിട്ട് അഥവാ ചൈനയ്ക്ക് ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് മാറുമെന്ന് പല എക്സ്പേർട്ടും പറയുന്നു. ഇതിലൂടെ ശരിക്കും ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ മിഡിൽ ഈസ്റ്റുകളുടെ സഹായത്തിൽ വളരെ എളുപ്പത്തിൽ എത്തിക്കാനാണ് ഈ ഒരു പദ്ധതി. അവിടെയാണ് ശരിക്കും ഇറ്റലി ഒരു കീ എൻട്രി പോയിന്റ് ആവുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമ്മുടെ മെയിൻ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇന്ത്യക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? ജോലികൾ. ആദ്യത്തെ ഒരു വലിയ ബെനിഫിറ്റ് അത് ജോലി തന്നെയാണ്. മാനുഫാക്ചറിംഗ് പ്രൊജക്റ്റ്, ഷിപ്പിംഗ്, AI, ടെക്നോളജി പാർട്ട്ണർഷിപ്പ്, ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ഇവയെല്ലാം ജോബ് ക്രിയേറ്റ് ചെയ്യും. പിന്നെയുള്ളതാണ് എക്സ്പോർട്ട് ഗ്രോത്ത്. ഇതിലൂടെ നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ യൂറോപ്പിലേക്ക് കൂടുതലായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ടെക്സ്റ്റൈൽസ്, ഫാർമ, ഫുഡ് പ്രൊഡക്റ്റ്, എഞ്ചിനീയറിംഗ് ഗുഡ്സ്. ഇനിയുള്ളതാണ് ഗ്ലോബൽ ഇൻഫ്ലുവൻസ്. ഇതെല്ലാം വെറും ഒരു എക്കോണമി മാത്രമല്ല, ഗ്ലോബൽ ഇൻഫ്ലുവൻസ് കൂടിയാണ്.
ഇന്ന് ലോകം നമ്മുടെ ഇന്ത്യയെ വെറും ഒരു മാർക്കറ്റായിട്ട് മാത്രമല്ല കാണുന്നത്, ഫ്യൂച്ചർ ഗ്ലോബൽ പവറായി തന്നെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ പറയുന്ന എഗ്രിമെന്റ് പേപ്പറിൽ മാത്രം നിൽക്കുമോ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരുടെ ജീവിതം മാറ്റുമോ? അപ്പൊ നമുക്ക് ആ കാര്യങ്ങളൊന്ന് ചെറുതായി നോക്കാം. ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ ആക്ച്വലി എന്തൊക്കെ എഗ്രിമെന്റുകളാണ് സൈൻ ചെയ്തത്? ന്യൂസ് ഹെഡ്ലൈൻസിൽ നമ്മൾ കേൾക്കുന്നത് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, എക്കണോമിക് കോറിഡോർ എന്നിങ്ങനെയുള്ള വലിയ വാക്കുകളാണ്. പക്ഷേ ഇത് സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഗ്രിമെന്റ്സ് മെയിൻലി 5 മേഖലകളെ കുറിച്ചാണ്. ആദ്യത്തേത് ഡിഫൻസ്, രണ്ടാമത്തേത് ടെക്നോളജി ആൻഡ് AI, അടുത്തത് എഡ്യൂക്കേഷൻ, ഇനിയുള്ളത് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഏറ്റവും അവസാനത്തേത് എനർജി ആൻഡ് കണക്ടിവിറ്റി. അപ്പം നമുക്കിതിനെക്കുറിച്ചെല്ലാം ഒന്ന് സിമ്പിളായിട്ട് ഒന്ന് മനസ്സിലാക്കാം. അപ്പം ആദ്യത്തെ വലിയ എഗ്രിമെന്റ് ഡിഫൻസ് മേഖലയിലാണ്. ഇന്ത്യ ഇറ്റലി. ഇന്ത്യ ഇപ്പോൾ ഡിഫൻസ് എക്യുപ്മെന്റ് പുറത്തുനിന്ന് വാങ്ങുന്നതിന് പകരം സ്വന്തമായി നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ പേരാണ് മേക്ക് ഇൻ ഇന്ത്യ ഡിഫൻസ് മാനുഫാക്ചറിംഗ്. ഇനി ഇറ്റലിയിലേക്ക് നാവൽ ടെക്നോളജി, ഡിഫൻസ് ഇലക്ട്രോണിക്സ്, റേഡർ സിസ്റ്റം, മറൈൻ എഞ്ചിനീയറിംഗ് ഇവയിൽ വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്യൂച്ചറിൽ ജോയിന്റ് ഡിഫൻസ് പ്രൊജക്റ്റ്, ടെക്നോളജി ഷെയറിംഗ്, നമ്മുടെ ഇന്ത്യൻ ഫാക്ടറീസിൽ പ്രൊഡക്ഷൻ, പ്രൈവറ്റ് ഡിഫൻസ് കമ്പനീസ് ഗ്രോത്ത് ഇവയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഏറെയാണ്. അതായത് മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ് സ്റ്റുഡൻസിന് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകാൻ പോകുന്നു. ഇനി അടുത്തതാണ് ടെക്നോളജി AI പാർട്ട്ണർഷിപ്പ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പവർഫുൾ സെക്ടർ ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. AI കൺട്രോൾ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഫ്യൂച്ചർ എക്കോണമിയിൽ ഡൊമിനേറ്റ് ചെയ്യുമെന്ന് എക്സ്പെർട്ട് പറയുന്നു. ഇന്ത്യയിലും ഇറ്റലിയിലും AI, ഡിജിറ്റൽ ഇന്നൊവേഷൻ ഈ മേഖലകളിൽ കൊളാബറേഷൻ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ഇത് സിമ്പിളാക്കി പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ കമ്പനീസ് ഫ്യൂച്ചറിൽ ഇന്ത്യയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ചാൻസുകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ ജോബ്, സ്റ്റാർട്ടപ്പ് ഓപ്പർച്യൂണിറ്റീസ്, റിമോട്ട് വർക്ക്, AI കരിയേഴ്സ് എസ്പെഷ്യലി ഹൈദരാബാദ്, ബാംഗ്ലൂർ, പൂനെ പോലെയുള്ള ടെക് സിറ്റീസിലെല്ലാം വലിയ ബെനിഫിറ്റ് തന്നെ ലഭിക്കാം. ഇനി എഡ്യൂക്കേഷനിലേക്ക് വരാം. ഇതാണ് സ്റ്റുഡൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ഇറ്റലി ഇപ്പോൾ കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ കൂടുതലായി കൊണ്ടുവരാനായി ശ്രമിക്കുന്നു. ഇറ്റലി പ്രശസ്തമാണ് ഫാഷൻ, ഡിസൈൻ, അഗ്രികൾച്ചർ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ ടെക്നോളജി ഈ മേഖലകളിലൂടെ. ഇന്ത്യ ഇറ്റലി പാർട്ട്ണർഷിപ്പ് വഴി ഫ്യൂച്ചറിൽ യൂണിവേഴ്സിറ്റി ടൈഅപ്സ്, സ്കോളർഷിപ്സ്, എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്, റിസർച്ച് കൊളാബറേഷൻ ഇവയെല്ലാം വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് യൂറോപ്പിൽ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും. ഇനി നോക്കാം ട്രേഡ് ആൻഡ് ബിസിനസ്. ഇപ്പോൾ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇറ്റലിയിലും ട്രേഡ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പ്രൊഡക്റ്റ് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് കൂടുതലായിട്ട് എത്താൻ പോകുന്നു. ഇതിലൂടെ സ്മോൾ ബിസിനസ് ഓണേഴ്സിനും എക്സ്പോർട്ടേഴ്സിനും ഫ്യൂച്ചറിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെ ഉണ്ടായേക്കാം. ഇനി എനർജി, ഗ്രീൻ പ്രൊജക്റ്റ്. ഫ്യൂച്ചർ എക്കണോമിയുടെ നെക്സ്റ്റ് ബിഗ് സെക്ടർ ക്ലീൻ എനർജി. നമ്മുടെ ഇന്ത്യയിലും ഇറ്റലിയിലുമായിട്ട് ഇതിലെ മേഖലകളിലൂടെ കോർപ്പറേഷൻ വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഫ്യൂച്ചറിൽ ക്ലീൻ എനർജി കൺട്രോൾ ചെയ്യുന്ന രാജ്യങ്ങൾക്കാണ് കൂടുതലായിട്ട് എക്കണോമിക് പവർ ലഭിക്കുക. ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കാം, ഇതൊരു സിമ്പിൾ ഡൊമസ്റ്റിക് മീറ്റിംഗ് അല്ല. ഈ എഗ്രിമെന്റിലൂടെ ഫ്യൂച്ചറിൽ ജോലി, എഡ്യൂക്കേഷൻ, എക്സ്പോർട്ട്, ടെക്നോളജി, ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഇവയെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ സാധ്യതയുള്ളതാണെന്ന്. പക്ഷേ ഇതിനൊപ്പം ഒരു കാര്യം കൂടി റിയലിസ്റ്റിക്കായി മനസ്സിലാക്കണം. ഈ ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നൊന്നുമല്ല. നമ്മുടെ ഫ്യൂച്ചർ എക്കോണമി മാറുമ്പോൾ സർവൈവ് ചെയ്യാൻ സ്കിൽ അപ്ഡേറ്റ് ചെയ്യും, AI ലേൺ ചെയ്യും, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യണം, ഗ്ലോബൽ മാർക്കറ്റ് മനസ്സിലാക്കണം. ലോകം മുഴുവനും ഇപ്പോൾ ഫാസ്റ്റായി മാറുകയാണ്. അതിന് പ്രിപ്പയർഡ് ആയവർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുക. പക്ഷേ ഇവിടെ ഓവറോൾ പിക്ചർ നോക്കുമ്പോൾ ഇന്ത്യ സ്ലോലി ലോകത്തിലെ മേജർ എക്കോണമി പവേഴ്സായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഇതുവരും ഒരു ഡിപ്ലോമാറ്റിക് ഫ്രണ്ട്ഷിപ്പ് അല്ല, ഫ്യൂച്ചർ എക്കോണമിയുടെ പൊസിഷനിങ് തന്നെയാണ്. പക്ഷേ ഒരു ചോദ്യം കൂടെ, ഈ എഗ്രിമെന്റ്സ് എല്ലാം യഥാർത്ഥത്തിൽ വിജയിക്കുമോ?
അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വരും വീഡിയോയിൽ നമുക്ക് കാണാം. ഇപ്പോൾ ഇന്ത്യയുടെ ഫ്യൂച്ചർ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു സമയമുണ്ടായിരുന്നു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ വെറും ഒരു പോപ്പുലേഷനുള്ള മാർക്കറ്റായിട്ട് മാത്രം കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് സിറ്റുവേഷൻ മാറുകയാണ്. ഇന്ന് ലോകം ഇന്ത്യയെ കാണുന്നത് ഫ്യൂച്ചർ മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ട്, ടെക്നോളജി പവറായി, ഡിജിറ്റൽ എക്കോണമി ലീഡറായി, ഗ്ലോബൽ ട്രേഡ് പാർട്ട്ണറായി. അതുകൊണ്ടാണ് ഇറ്റലി പോലെയുള്ള പവർഫുൾ യൂറോപ്യൻ കൺട്രീസ് ഇന്ത്യയുമായി ലോങ് ടൈം പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. ഈ ഇന്ത്യ ഇറ്റലി എഗ്രിമെൻറ്റിൻ്റെ യഥാർത്ഥ മീനിങ് ഒരു സിമ്പിൾ പൊളിറ്റിക്കൽ മീറ്റിംഗ് അല്ല, ഇത് ഫ്യൂച്ചർ എക്കോണമിയിൽ പ്ലേസ് സെക്യൂർ ചെയ്യാനുള്ള റേസ് തന്നെയാണ്. AI, ട്രേഡ്, ഷിപ്പിംഗ്, ടെക്നോളജി, ക്ലീൻ എനർജി, എഡ്യൂക്കേഷൻ, ഭാവിയിൽ ലോകത്തെ കൺട്രോൾ ചെയ്യാൻ പോകുന്ന സെക്ടറിലാണ് ഈ പാർട്ട്ണർഷിപ്പ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുവരെയും എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. ഗ്രാസിയെ, അരിവതേർച്ചി.